കൂട്ടുകാർക്കും എവറിത്തിങ് 360യുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള കാർഡുകളെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടത്, സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ്സും അൺസെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ്സും. ഇതിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ്സ് ആണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ്സിന് ഓപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തവർക്കും ക്രെഡിറ്റ് കാർഡുകൾ ഇതുവരെ ഉപയോഗിക്കാത്തവർക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ് സെക്യൂർഡ് കാർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് സെക്യൂർഡ് കാർഡ്സും അവയുടെ ഫീച്ചേഴ്സും അവയുടെ റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് പുറത്താക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം അതുവഴി നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് സെക്യൂർഡ് കാർഡ്സിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. ഇപ്പോൾ വൺ കാർഡ് എന്ന് പറയുന്നതിനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുക്കുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യയിലെ സെക്യൂർഡ് കാർഡ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. വൺ കാർഡ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ കമ്പനിയാണ്. അതൊരു നിയോ ബാങ്കിങ് കമ്പനിയാണ്. ആ ബാങ്കിങ് കമ്പനി മറ്റ് ഇന്ത്യയിലുള്ള RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള മെയിൻ ബാങ്കിങ് കമ്പനികളായിട്ട് ചേർന്നതിന് ശേഷം അവർ ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ് വൺ കാർഡ് എന്ന് പറയുന്നത്. ഇനി അവർ കൂടുതലും ടൈപ്പ് നടത്തിയിരിക്കുന്നത് താഴെ പറയുന്ന കമ്പനികളുമായിട്ടാണ്. ഒന്ന് SBM ബാങ്ക്, പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, കാത്തലിക് സിറിയൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, BOB ഫിനാൻഷ്യൽ. ഈ 5 ബാങ്കുകളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു കാർഡ് കമ്പനി ഒരു ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡ് നമുക്ക് നൽകുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് 2 ഫോംസിലും അവൈലബിൾ ആണ്. സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡും ഉണ്ട്, അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡും ഉണ്ട്. സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുത്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഇവർ കാർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാർഡ് തരുന്നത്. അപ്പോൾ മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഇതുവരെ ക്രെഡിറ്റ് സ്കോർ ഒന്നും ബിൽഡപ്പ് ആയിട്ടില്ല എങ്കിൽ, എന്നാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യണം, നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാർഡെന്ന് പറയുന്നത് അതിലൊന്നാണ് വൺ കാർഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ഏത് ബാങ്കുമായിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് വേണം നിങ്ങൾ ഈ കാർഡ് എടുക്കുമ്പോൾ എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു മൊബൈൽ ആപ്ലിക്കേഷനും നല്ലൊരു മെറ്റൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡുമാണ് വൺ കാർഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റാലിക് കാർഡ് ആയതുകൊണ്ട് തന്നെ വിയർ ആൻഡ് ടിയറിനൊന്നും ഇത് സബ്ജക്റ്റ് ആവുന്നില്ല. നല്ല ഒരു ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു കാർഡ് നമുക്ക് കിട്ടുന്നു. ഇനി ഏത് ബാങ്കിലാണോ നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചൂസ് ചെയ്യുന്നത്, ആ ബാങ്കിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പലിശ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്നിടത്തോളം കാലം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ബാങ്ക്സ് ഇപ്പോൾ സെക്യൂർഡ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിലവിൽ ഒരു ക്രെഡിറ്റ് സ്കോർ ഇല്ല എങ്കിൽ ബാങ്കിന് അറിയില്ല നിങ്ങൾക്ക് എത്രമാത്രം കടം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കടം എടുക്കുന്ന പണം നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാനുള്ള ഫുൾ കഴിവുണ്ടോ, നിങ്ങൾ ബാങ്കിന് പണം തിരിച്ചടയ്ക്കാതിരിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും ഒരു ബാങ്കിന് കാണും. പ്രത്യേകിച്ചും ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് എത്ര രൂപ കടമായിട്ട് തരാനുള്ളൊരു യോഗ്യതയുണ്ട്, എത്ര രൂപ നിങ്ങൾ കടം എടുത്താൽ തിരിച്ചടയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നൊന്നും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയോ നിങ്ങളുടെ കടം എടുത്തിട്ടുള്ള പരിചയമോ ഒന്നും ബാങ്കിന് ആ ഇൻഫർമേഷൻ ഒന്നും ലഭ്യമല്ല. ഈ ഒരു സമയത്ത് ബാങ്ക് ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ഒരു തന്നിരിക്കുന്ന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന് ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കിടപ്പുള്ളതിൻ്റെ വിശ്വാസ്യതയുടെ പുറത്ത് നിങ്ങൾക്ക് കടം തരാനായിട്ട് സാധിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തിരിച്ചടവ് നിങ്ങൾ മുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വസൂലാക്കിയെങ്കിലും അവർക്ക് ആ ഒരു പണം ഈടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ചിന്തയാണ് ബാങ്കിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ്സ് ഇപ്പോൾ ബാങ്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ഒരു സന്ദർഭത്തിൽ ഏറ്റവും നല്ല എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്നത് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ഇതുവരെ ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എത്ര രൂപയാണോ അത് തിരിച്ചടയ്ക്കേണ്ടത്, അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള സെക്യൂർഡ് കാർഡ്സ് വഴി സാധിക്കുന്നു. ഇനി ഒരു കാർഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ, വൺ കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടോപ്പ് 2 സ്പെൻഡ് കാറ്റഗറീസ് ഓരോ മാസത്തിലും ഉണ്ടാകില്ല. അതായത് നിങ്ങളിപ്പോൾ 2 കാറ്റഗറി, ട്രാവൽ, എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള 2 കാറ്റഗറിയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ആ 2 കാറ്റഗറിയിലുള്ള ഒരു ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 ഇരട്ടി റിവാർഡ് പോയിന്റ്സ് തരുന്നു എന്നുള്ളതാണ്.
ഇനി ഈ വൺ കാർഡിൻ്റെ റിവാർഡ് പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത, നിങ്ങൾ എപ്പോഴാണോ സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിവാർഡ് പോയിൻറ്റ്സ് ലഭ്യമാകുന്നു. അതിനോടൊപ്പം തന്നെ റിവാർഡ് പോയിൻറ്റ്സിന് എക്സ്പയറി ഒന്നും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി റിവാർഡ് പോയിൻറ്റ്സ് റിഡീം ചെയ്യാനും വളരെ എളുപ്പമാണ്. ഫ്രാക്ഷണൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നു. അതായത് 12 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഫ്രാക്ഷണൽ ആയിട്ടുള്ള ഒരു റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ റിവാർഡ് പോയിൻറ്റ്സിന് ഒട്ടും തന്നെ നഷ്ടം വരുന്നില്ല. മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ റിവാർഡ് പോയിൻറ്റ്സ് റിഡീം ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നു. കാരണം ഇതിനൊരു എക്സ്പയറി ഇല്ല, ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള റിവാർഡ് പോയിൻറ്റ്സ് ആണ് കാർഡ് നൽകുന്നത്. നിങ്ങളൊരു വലിയ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷനെ നിങ്ങൾക്ക് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട്, മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ആപ്പിൽ തന്നെ ഇതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എത്ര രൂപയ്ക്കാണോ നിങ്ങൾ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എത്ര മാസത്തെ അടവുണ്ട്, കൂടാതെ എത്ര പലിശയാണ് നിങ്ങൾ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആപ്പിൽ കൂടെ തന്നെ സെലക്ട് ചെയ്ത് EMI ആയിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ കൺവേർട്ട് ചെയ്യാനായിട്ട് വൺ കാർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ EMI ഉണ്ടെങ്കിലും EMI എടുത്താലും നിങ്ങൾക്ക് റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നു. ബാക്കിയുള്ള കാർഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു EMI ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ യൂഷ്വലി ആ ഒരു EMI ട്രാൻസാക്ഷന് ബാങ്ക് കാർഡുകളൊന്നും തന്നെ റിവാർഡ് പോയിൻറ്റ്സ് ഓഫർ ചെയ്യുന്നില്ല. പക്ഷേ വൺ കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ EMIക്ക് പലിശ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നോ കോസ്റ്റ് EMI ഓഫേഴ്സ് കുറവാണ്. എങ്കിൽ പോലും നിങ്ങൾ എത്രയാണോ റിവാർഡ് പോയിൻറ്റ്സ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത്, ആ റിവാർഡ് പോയിൻറ്റ്സ് റിസർവ്ഡ് ആയിരിക്കും. ഇനി നിങ്ങളുടെ കാർഡിനെ നിങ്ങൾക്ക് കോ ബ്രാൻഡഡ് ആയിട്ടുള്ള വൺ കാർഡിൻ്റെ വേറൊരു സെപ്പറേറ്റ് കാർഡ് എടുക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് വൺ കാർഡ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ള ഓപ്ഷനാണ് മൈ ഫാമിലി എന്ന് പറയുന്ന ഫീച്ചർ. അപ്പോൾ ഇത്രയൊക്കെയാണ് വൺ കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ നല്ലൊരു കാർഡാണ്. ഇതുവരെ കംപ്ലൈൻറ്റ്സ് ഒന്നും തന്നെയല്ല. വൺ കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെയും നിങ്ങൾക്ക് ഈ ഒരു പിൻഡ് കമൻ്റ് ആയിട്ട് ഈ കാർഡിൻ്റെ ഇൻവൈറ്റ് ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് അഡീഷണൽ റിവാർഡ് പോയിൻറ്റ്സോട് കൂടി തന്നെ ഈ കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നേരത്തെ കൂട്ടി ക്രെഡിറ്റ് സ്കോർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അൺസെക്യൂർഡ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്ക് നേരത്തെ ക്രെഡിറ്റ് സ്കോർ ഒന്നുമില്ല, നിങ്ങളൊരു തുടക്കക്കാരനാണ്, ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജോലിയിലിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡിനെ അപ്ലൈ ചെയ്ത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ബാങ്കിൽ ചൂസ് ചെയ്തതിന് ശേഷം ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് കാർഡ് ലഭിക്കുന്നതായിരിക്കും. വൺ കാർഡിൻ്റെ മെറ്റാലിക് ക്രെഡിറ്റ് കാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു 50,000 ലിമിറ്റാണ് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിന്. അപ്പോൾ ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആ ഒരു എമൗണ്ടിന് ഇടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മെറ്റാലിക് കാർഡ് വൺ കാർഡ് നൽകുക. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്ന മറ്റൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ് IDFC ഫസ്റ്റിൻ്റെ വാവ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നല്ല ഒരു ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 30,000 ഫിക്സഡ് ഡെപ്പോസിറ്റ് കാർഡാണെങ്കിൽ കാർഡിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 30,000 ആയിരിക്കും. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനും ഒരു ആനുവൽ ഫീസോ ജോയിനിങ് ഫീസോ ഒന്നും തന്നെ ഇല്ല. കൂടാതെ നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ 6.75% ഇൻട്രസ്റ്റ് ലഭിക്കുന്നുണ്ട്. ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും 4 ഇരട്ടി റിവാർഡുകളാണ് ലഭിക്കുന്നത്. കൂടാതെ ഡോക്യുമെൻറ്റേഷൻ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. വളരെ എളുപ്പത്തിൽ ഈ കാർഡ് കിട്ടുന്നതായിരിക്കും. കാരണം ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പുറത്താണല്ലോ ഈ കാർഡ് അവർ നമുക്ക് തരുന്നത്. നല്ലൊരു ബാങ്കിങ് സർവീസ് പ്രൊവൈഡറാണ് IDFC ഫസ്റ്റ് ബാങ്ക്. അപ്പോൾ ഈ ഒരു കാർഡിനാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ മികച്ച സേവനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ 100% വിഡ്രോവൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ തന്നെ FD എമൗണ്ട് നിങ്ങൾക്ക് പിൻവലിക്കാനായിട്ട് ഈ കാർഡ് വഴി സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു കാർഡ് ഉപയോഗിച്ച് ക്യാഷ് എടുക്കുകയാണെങ്കിൽ അതിന് അധികം ഫീസൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ നിന്ന് FD വാല്യൂ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറയുന്നില്ല, FD റേറ്റ്സ് അതുപോലെ തന്നെ കാണുന്നതായിരിക്കും. ഇനി മറ്റ് പ്രിവിലേജസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട്. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും വഴിയിൽ പെട്ടു പോവുകയാണെങ്കിൽ, നിങ്ങളുടെ വണ്ടി പഞ്ചറാക്കി ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോംപ്ലിമെൻ്ററി റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കൂടാതെ 1% ഫ്യൂവൽ സർചാർജ് വേവർ 200 രൂപ പ്രതിമാസം എന്നുള്ള രീതിയിൽ മിക്ക കാർഡിലുള്ള ഓഫറാണ്. അത് ഇവിടെ നമുക്ക് ലഭിക്കും. ഇനി പേഴ്സണൽ ആക്സിഡൻറ്റ് കവറുണ്ട്. അതായത് 2 ലക്ഷം രൂപയുടെ
ഒരു പേഴ്സണൽ ആക്സിഡൻറ്റിന് കവർ കിട്ടുന്നുണ്ട്. കാർഡ് ലോസ് ആയി പോയാലുള്ള ലയബിലിറ്റിക്ക് 25,000 രൂപയുടെ കവറും ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവരുടെ ഡൈൻ ഔട്ട് പ്ലാനുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് 1,500-ൽ പരം റെസ്റ്റോറൻറ്റ്സിൽ 20% ഡിസ്കൗണ്ട്സും കൂടാതെ ഹെൽത്ത് ആൻഡ് വെൽനസ് ഔട്ട്ലെറ്റ്സുകളിൽ 15% ഡിസ്കൗണ്ട്സും ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ കാർഡിൻ്റെ മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് EMI ആയിട്ട് ഇതിലെ ട്രാൻസാക്ഷൻസ് എല്ലാം കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മർച്ചൻസിലായാലും ഓൺലൈൻ പർച്ചേസസിലായാലും വേണമെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി മറ്റ് ബാങ്കുകളിലെ ക്രെഡിറ്റ് കാർഡ് ബാലൻസുകളെ ഇവരുടെ കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ കാർഡ് വഴി സാധിക്കും. ഇതൊക്കെയാണ് ഈ കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി കൂടുതൽ മറ്റൊന്നും പറയാനില്ല. ഈ കാർഡിൻ്റെ ബില്ലടയ്ക്കാനും സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും ഈസി EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഇത് നമുക്ക് സഹായിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി SBIയുടെ ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് പറയാനുള്ളത്. SBIയുടെ ഉന്നതി ക്രെഡിറ്റ് കാർഡാണ്. 4 വർഷത്തേക്ക് നമുക്ക് ഫീസ് ഒന്നും കൊടുക്കേണ്ടതില്ല. 4 വർഷം കഴിഞ്ഞതിന് ശേഷം 500 രൂപ ഫീസും കൂടെ കൊടുക്കേണ്ട ഒരു ക്രെഡിറ്റ് കാർഡാണ് SBIയുടെ ഉന്നതി കാർഡ് എന്ന് പറയുന്നത്. ഉന്നതി കാർഡും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ്. ഇനി ഇതിൻ്റെ റിവാർഡ് പോയിന്റ്സ് പറയുകയാണെങ്കിൽ ഒരു 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു റിവാർഡ് പോയിന്റ് ആണ് നൽകുന്നത്. ഓരോ വർഷവും 50,000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 500 രൂപയുടെ ക്യാഷ് ബാക്ക് 15 ദിവസത്തിനകം അവർ നമ്മുടെ കാർഡിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും. ഇനി ഫ്യൂവൽ സർചാർജ് വെയ്വർ ഇതിനുമുണ്ട്. 500 രൂപയ്ക്ക് 3,000 ഇടയ്ക്ക് ഫ്യൂവൽ സർചാർജ് ഇല്ല. 1% വെയ്വറാണ് ലഭിക്കുന്നത്. സെക്യൂർ കാർഡാണ് ഇത്. 25,000 രൂപയോ അതിൽ കൂടുതലോ ഫിക്സഡ് ഡെപ്പോസിറ്റ് SBIയിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് സെക്യൂർ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കാർഡിന് ബാക്കിയുള്ള കാർഡ്സിനെ വെച്ച് നോക്കുമ്പോൾ അധികം ഒരു ബെനിഫിറ്റ്സോ ഫീച്ചേഴ്സോ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ SBIയുടെ ഒരു കാർഡ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാർഡ് പരിചയപ്പെടുത്തിയത്. ഇനി നിയോ ഗ്ലോബലിൻ്റെ കാർഡിനെ കുറിച്ച് പറയാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ലോഞ്ചാണ് നിയോ ഗ്ലോബലിൻ്റെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 0 4x മാർക്കപ്പാണ്. ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓരോ വർഷവും 6% മന്ത്ലി പേ ഔട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് കഴിയുമ്പോൾ 6% ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്. പക്ഷേ അത് മാസം തോറും അവർ പേയ്മെൻറ്റ് നടത്തുന്നതായിരിക്കും. ഇനി കാർഡിൻ്റെ ഫീച്ചേഴ്സ് പെട്ടെന്ന് നോക്കിപ്പോവാം. 4x മാർക്കപ്പ് ഒന്നും തന്നെ ഇല്ല. അതായത് നിങ്ങൾ എത്ര രൂപയാണോ വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് ഈ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നത് അതിന് അഡീഷണൽ ട്രാൻസാക്ഷൻ ഒന്നും ഫീസൊന്നും കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഈ കാർഡ് 150-ൽ പരം രാജ്യങ്ങളിലും 100-ലധികം കറൻസികളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് അടുത്തുള്ള ATMs നിങ്ങൾ പുറത്തൊരു രാജ്യത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലൊക്കേറ്റ് ചെയ്യാനും അടുത്തുള്ള ATMനെ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്ത് അവിടെ പോയി പണം എടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. ATM ട്രാൻസാക്ഷൻ ഫീസ് തീർച്ചയായിട്ടും ഈ ഒരു കാർഡിന് ഉണ്ടാവുന്നതാണ്. ഇനി എയർപോർട്ട് ലൗഞ്ചിൻ്റെ ആക്സസ് കോംപ്ലിമെൻ്ററി ആണ്. ഫ്രീ ആയിട്ടുള്ള എയർപോർട്ട് ലൗഞ്ച് ആക്സസ് ആണ് കിട്ടുന്നത്. കൂടാതെ മറ്റ് ഓഫേഴ്സും വിസ കോൺസിയേജ് ഓഫേഴ്സും ഒക്കെ ഈ കാർഡ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇനി നിയോ ആപ്പിൻ്റെ കുറേ സവിശേഷതകളുണ്ട്. ക്രെഡിറ്റ് കാർഡ് ആയാലും നിയോ ആപ്പിൻ്റെ സേവിങ്സ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതുവഴി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നിയോ ഗ്ലോബലിൻ്റെ കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. നിയോ ഗ്ലോബൽ ഡെബിറ്റ് കാർഡ് ആയാലും ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞാലും ഈ ഒരു 2 കാര്യത്തിനും സെയിം ഓഫേഴ്സാണ് അവർ തരുന്നത്. ഇനി ഇത് SBM ബാങ്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസിൻ്റെ ഒരു കാർഡാണ്. ഇപ്പോൾ നിലവിൽ SBM ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഇഷ്യൂസ് RBI അവർക്ക് ഫോറിൻ റെമിറ്റൻസുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയിട്ടുണ്ട്. അതായത് SBM ബാങ്കിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോറിൻ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ യൂസർ ഫ്ലെക്സിബിലിറ്റി വളരെ കൂടുതലായിരുന്നു. അതായത് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ വിദേശത്തേക്ക് പണ ഇടപാടുകൾ നടത്തണമെങ്കിൽ അതിനെ വളരെയധികം എളുപ്പമാക്കി മാറ്റിയ ഒരു ബാങ്കാണ് SBM ബാങ്ക് എന്ന് പറയുന്നത്. പക്ഷേ RBIയുടെ കുറച്ച് നിയന്ത്രണങ്ങൾ അവർ ലംഘിക്കുകയുണ്ടായി. അതുകൊണ്ട് കുറച്ച് അധികം നിയന്ത്രണങ്ങൾ ഇപ്പോൾ SBM ബാങ്കിൻ്റെ മേൽ RBI നടത്തിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു പണം വിദേശ രാജ്യത്തിലേക്ക് അയക്കുകയാണെങ്കിൽ SBM ബാങ്ക് വഴി നമുക്ക് അയക്കാനായിട്ട് സാധിക്കില്ല. കാരണം SBM ബാങ്കിനെ RBI ആ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള ഒരു ബാങ്കോ അല്ലെങ്കിൽ കാർഡോ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നിങ്ങളോട് പറഞ്ഞത്. ഇനി ബാക്കി ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നതിലും ബാങ്കിന് വിലക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ കൺസിഡർ ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ SBI ബാങ്കിൻ്റെ കാർഡുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് അഥവാ താല്പര്യമുണ്ട്, റിസ്ക് എടുത്തിട്ടായാലും ഈ ഒരു ഡെപ്പോസിറ്റ് ചെയ്ത് ഈ ഒരു കാർഡിൻ്റെ ഓഫേഴ്സ് അവൈൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാർഡും പരിഗണിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ ഈ കാർഡും ഇൻക്ലൂഡ് ചെയ്തത്. ഇനി ലാസ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് FDയിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു കാർഡാണ് ഗിൽഡ് എന്ന് പറയുന്നത്. ഗിൽഡും SBI ബാങ്കിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ SBI ബാങ്കിനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നില്ല. പക്ഷേ ഗിൽഡും ഒരു FD ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ റിട്ടേൺസ് കിട്ടുന്നത് ഗോൾഡ് ആയിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുമാണ് ഈ കാർഡ് ഉപയോഗിക്കുമ്പോഴുള്ള റിട്ടേൺസ് കിട്ടുന്നത്. അതായത് നിങ്ങൾ 25,000 രൂപ മാസം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് 2,250 രൂപ വർത്തായിട്ടുള്ള റിവാർഡ്സ് ഈ ഒരു കാർഡ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ കാർഡിൽ നിന്ന് നിങ്ങൾക്ക് ഗോൾഡിൻ്റെ രൂപത്തിലേക്ക്, ഡിജിറ്റൽ ഗോൾഡിൻ്റെ രൂപത്തിലേക്ക് നിങ്ങളുടെ റിവാർഡ് പോയിന്റ്സ് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു നല്ലൊരു കാർഡാണ് ഈ ഒരു കാർഡെന്ന് പറയുന്നത്. പക്ഷേ ഇതും SBI ബാങ്കിൻ്റെ ആണ്. നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഏകദേശം ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റും അതിൻ്റെ കൂടെ തന്നെ FD ഇടുന്നതിൻ്റെ ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 11.80 റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല, കാരണം ഈ കാർഡും SBI ബാങ്കിൻ്റെ ആണ്. SBI ബാങ്ക് നിലവിൽ RBIയുടെ റഡാറിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഡക്ട്സ് അധികമായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ വൺ കാർഡ് ആയാലും SBI ബാങ്കിൻ്റെ ഒരു വേരിയൻറ്റ് നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ പലിശ നിരക്ക് അതിൽ കൂടുതലായിരിക്കും. റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാർഡ് ഓപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഫെഡറൽ ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയോ വൺ കാർഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ബാങ്ക് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ബേസ്ഡ് ആയിട്ടുള്ള നല്ലൊരു സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വൺ കാർഡും വൗ കാർഡും IDFC ഫസ്റ്റിൻ്റെ ഇൻവൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാർഡുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ രണ്ട് കാർഡും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താഴെയുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു കാർഡിലേക്ക് കയറാവുന്നതാണ്. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള വെൽക്കം വൗച്ചേഴ്സ്, ഗിഫ്റ്റ് പോയിന്റ്സ്, റിവാർഡ് പോയിന്റ്സ് എന്നിവയൊക്കെ ഈ ഒരു ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് കാർഡിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ച് കാർഡിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്ന സെക്യൂർഡ് കാർഡ് ഏതാണെന്നുള്ളതും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങളോ മോശം അഭിപ്രായങ്ങളോ എന്തോ ആവട്ടെ അതെന്താണെന്നുള്ളതും തീർച്ചയായിട്ടും കമൻസിലൂടെ എഴുതി അറിയിക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോയുടെ റീച്ച് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുക. അപ്പോൾ വിവരങ്ങൾ സഹായകമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അമർത്തി വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ടൈം ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ഫിനാൻഷ്യൽ ടൈം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.